ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ ആൾക്കാരുടെ സംശയങ്ങളാണ്, കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ആത്മീയ വളർച്ച ഏതുവരെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ബ്ലോക്കേജസ് ഉള്ളത്, അപ്പോൾ അത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ഈ കാർഡുകളിലൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവാണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളുടെ ആത്മീയ വളർച്ച ഏതുവരെ എത്തി? Dragonfly, octopus, crocodile, ക്രോയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ടാരോ കാർഡ് കൂടി എടുത്ത് നോക്കാം, ക്ലാരിറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡ്രാഗൺ ഫ്ലൈ ആണ്. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുമ്പോൾ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ സെൽഫായിട്ട് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും, സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പലരും പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ സ്പിരിച്വൽ ആകണം എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ജീവിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മാത്രം നോക്കുക. ഈ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കാൻ പറ്റുന്നതാണ് സ്പിരിച്വലായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പലരും ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ആ കാര്യമല്ല നമ്മളുടെ മനസ്സിലുള്ളത്, നമ്മൾ വേറൊരു കാര്യത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുരീയം എന്ന് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ച്, ദേവരാജൻ സാറിൻ്റെ. അപ്പോൾ ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, തുരീയം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഒരു ചിന്തകളും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നമുക്ക് ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഡ്രാഗൺ ഫ്ലൈ പറയുന്നത് ഇത് നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കുക, നാച്ചുറുമായിട്ട് കൂടുതൽ ഒന്ന് ഇടപഴകി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരും ഇത് ഈ ഒരു യാത്രയിലാണ്, പക്ഷേ കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് അവർക്ക്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ മറന്നു പോകുന്നത് കൊണ്ടാണ് എന്നാണ് കാണുന്നത്. നമുക്കത് ടാരോയിൽ കൂടി നമുക്ക് നോക്കാം. പിന്നെ ഈ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത് പരിവർത്തനം നടക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അത് യുണീക്കാണ് എന്നുള്ളതാണ്. ഡ്രാഗൺ ഫ്ലൈ നിങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അത് യുണീക്കായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് പകരം വയ്ക്കാനൊന്നുമില്ല എന്നുള്ളതാണ്. നമുക്കിതിൽ നോക്കാം. 8 ഓഫ് പെൻഡക്കിൾസ് ആണ്, ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി. അപ്പം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, അത് പൂർത്തിയാക്കാതെ വേറൊരു കാര്യത്തിലേക്ക് പോകും, അതും പൂർത്തിയാക്കാതെ വേറൊരു കാര്യത്തിലേക്ക് പോകും. അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രസാധനകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന് നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന സമയം, ചില സമയങ്ങളിൽ നമുക്കത് പറ്റാറില്ല, പക്ഷേ ചെയ്യാൻ പറ്റുന്ന സമയം എല്ലാ ദിവസവും അതിനൊരു തുടർച്ച ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നിർത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു ഫലം അവിടെ കിട്ടാൻ പോണുള്ളൂ. രണ്ടാമത് കിട്ടിയിരിക്കുന്നത് ഒക്ടോപ്പസ് ആണ്. അപ്പോൾ
ഒക്ടോപ്പസ് അറിയാലോ, നീരാളി. അപ്പോൾ ബുദ്ധി, ഒക്ടോപ്പസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത് അറിയാലോ, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയ ഒരു ഏറ്റവും ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ് നീരാളി. അതിൻ്റെ ആ ഒരു മഷി കൊണ്ട് ശത്രുക്കളെ മറച്ചത് രക്ഷപ്പെടും. അപ്പോൾ ഏത് ഒബ്സ്റ്റക്കിൾസിനെയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് ഈ നീരാളി നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും പല തടസ്സങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇതൊന്നും മറികടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ പാത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഈ ഒരു തടസ്സങ്ങളൊക്കെ അതൊരു മറ മാത്രമാണ് എന്നുള്ളതാണ്. ആ മറ കടന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഏത് തന്ത്രവും പ്രയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിക്കേണ്ടതിൻ്റെ ഒരു ബുദ്ധി പ്രയോഗിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഈ ഒക്ടോപ്പസ് പറയുന്നത്. അപ്പോൾ ഒക്ടോപ്പസ് പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ആകണം എന്നില്ല, നമ്മൾ നേരെ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു നമ്മളോടുള്ള, ഇപ്പോൾ മനസ്സാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്, അതിൽ നിന്നും ഒരു മറ ഉണ്ടാക്കി നിങ്ങൾ ഒന്ന് രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളതാണ്. ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് വരും. അപ്പോൾ ആ ചലഞ്ചസ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. പലർക്കും ഈ ഒരു ചലഞ്ച് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പല കാര്യങ്ങൾക്കും ബ്ലോക്ക് വരുന്നത് എന്നാണ് കാണുന്നത്. ഈ സ്പിരിച്വൽ പാത്തിലുള്ള ബ്ലോക്കേജസിന് കാരണം നിങ്ങൾക്ക് വരുന്ന ചലഞ്ചസ് നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് കാര്യം. അത് നമുക്ക് ടാരോയിലൂടെ കൂടെ നോക്കാം. നമുക്ക് ലവേഴ്സ്, 7 of Wands, ഇത് ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു യൂണിയനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫെമിനൈൻ മസ്കുലൈൻ എനർജി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവും പോസിറ്റീവും ബാലൻസ് ആകേണ്ടതിൻ്റെ ഒരു ആവശ്യകത, പിന്നെ ഒരു പ്രൊട്ടക്ഷനും. ഇതും നിങ്ങൾക്ക് ആൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ നിങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഭയമാണ്. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഭയം മാറ്റി വയ്ക്കുക, ആൾറെഡി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത് ക്രൊക്കഡൈലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രൊക്കഡൈൽ അറിയാമല്ലോ, അത് കുറച്ച് നമുക്ക് എല്ലാവർക്കും ഭയം തോന്നുന്ന ഒരു ജീവിയാണ്. ഇത് പവറിനെയും പ്രൊട്ടക്ഷനെയും കാണിക്കുന്നു. ക്രൊക്കഡൈൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വന്നാലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആളുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇതിൽ ചില കാര്യങ്ങളിൽ ഈ സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർ തന്നെ ഒരു മായയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് നോക്കാം കൂടുതൽ. കറക്റ്റ് ഹാങ്ഡ് മാനാണ്. അപ്പോൾ അതിൽ ഇതൊരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ആൾക്കാരാണ്, ശരിക്കും ഒരു സ്പിരിച്വലായ ആൾക്കാരാണ്. പക്ഷേ അവർ ചില കാര്യങ്ങൾ കാണുന്നത് തലകീഴായി ആണ് എന്നുള്ളതാണ്. അവർ നേരായല്ല പല കാര്യങ്ങളും കാണുന്നത്. ചിലപ്പോൾ ചില ആൾക്കാരുടെ ചിന്താഗതികൾ, അപ്പോൾ നമ്മൾ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം അല്ലെങ്കിൽ പല രൂപത്തിൽ നമ്മളുടെ മുന്നിൽ വരും. അത് വേറൊരു തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചില നെഗറ്റീവ് എനർജി തന്നെ നമ്മളുടെ ശരീരത്തിരുന്ന് നമ്മളെ കൊണ്ട് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ചെയ്യിക്കും. ഇതും ദൈവത്തിൻ്റെ ഒരു ഇതാണെന്ന് ചിന്തിക്കും. അപ്പോൾ നമുക്ക് അതിൽ യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ടുമാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്കത് നോക്കാം. ട്രാൻസ്ഫർമേഷൻ, ഹെർമിറ്റ്, ഇതിലെല്ലാം വന്നിട്ടുള്ളത് നിങ്ങളൊരു ശരിക്കും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നിങ്ങളുടെ ജന്മം പോലും ഈ ഒരു സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ആത്മീയതയിലേക്ക് പോകാനുള്ളൊരു ജന്മം തന്നെയാണ് നിങ്ങളുടേത്, അതിലൊരു സംശയവുമില്ല. പക്ഷേ കുറേ തടസ്സങ്ങളും നമ്മുടെ ചിന്താഗതികളിലുള്ള ചില കാര്യങ്ങളും മാത്രം നമ്മളൊന്ന് മാറ്റിയാൽ മതി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റാത്തത്. ഹെർമിറ്റ് എന്ന് പറയുന്നത് ഒരു സന്യാസിയാണ്, മറ്റുള്ളവർക്ക് കൂടി വഴിവിളക്കാകാൻ പറ്റുന്ന തരത്തിലുള്ള, അങ്ങനെ ഒരു ബുദ്ധനെ പോലെ
അങ്ങനെ അല്ലെങ്കിൽ ബുദ്ധൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അതിന് മുന്നിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അത് നമ്മൾ ഈ മായയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു കാര്യമായിരിക്കില്ല, വേറൊരു കാര്യമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ നമ്മൾ കാണേണ്ടത് കാണുകയും വേണ്ടാത്തതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പലരും സ്പിരിച്വാലിറ്റിയിൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ പോലും നമ്മൾ അതിലപ്പുറം നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കാൻ നോക്കുന്നില്ല എന്നുള്ളതാണ്. പലരും അത് സംസാരത്തിൽ ഒതുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ വരുന്നത്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കാം. നമ്മൾ ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കുന്നു, ഇപ്പോൾ ലളിതാ സഹസ്രനാമം പഠിക്കുന്നു, അല്ലെങ്കിൽ ഖുറാൻ പഠിക്കുന്നു. ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ആ പഠിക്കുന്ന കാര്യങ്ങൾ വെറും പഠിത്തത്തിൽ മാത്രമാകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമ്മൾ പഠിക്കുന്നത് എന്താണോ അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിൽ നിന്നും ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒന്നായിരിക്കും, നമ്മൾ പ്രവർത്തിക്കുന്നത് വേറൊന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതിൽ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം പലർക്കും ഈ ഒരു കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ചില സ്വപ്നങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ വരുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഡ്രാഗൺ ഫ്ലൈ ആണ് ആദ്യം വന്നത്, അതും ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം നമ്മൾ ഒരവസ്ഥയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നൊരു സമയമാണ് ഇത്. അപ്പോൾ അതിൻ്റേതായ ഒരു പരിവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അത് നമുക്ക് ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നേ ചിലപ്പോൾ അത് പോകും, ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ. പിന്നെ ചില കാര്യം നമ്മൾ നേരത്തെ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു കാര്യത്തിലും ചിലപ്പോൾ പിന്നീട് സന്തോഷം കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആത്യന്തികമായി നിങ്ങൾ ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുമ്പം എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ പിന്നെ ഇതിൽ ഒരു വേൾഡ് കാർഡാണ്. അപ്പോൾ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരും നിങ്ങൾ ആത്യന്തികമായ ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ആ ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില ചിന്താഗതികൾ മാത്രമാണ് അതിലേക്ക് എത്താനുള്ളൊരു തടസ്സം നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലരും പല ഗുരുക്കന്മാരുടെയും അടുത്ത് പോയി പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വേറൊരാളുടെ അടുത്ത് പോയി അത് സ്റ്റോപ്പ് ചെയ്ത്, അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിരിക്കും പല ആൾക്കാർക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ എല്ലായിടത്തു നിന്നും പഠിച്ച കാര്യം നിങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു രീതിയിൽ അതെല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടെ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ആക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ളതാണ്. പിന്നെ ഈ ക്രൊക്കഡൈൽ പറഞ്ഞു തരുന്നത്, നമ്മൾക്ക് ഒരു ഇല്യൂഷൻ വരും പലപ്പോഴും. ഇത് വേറെ ഏതെങ്കിലും ഒരു നെഗറ്റീവാണ്, ചിലപ്പോൾ നമ്മളുടെ ചില എക്സ്പീരിയൻസ് നമുക്ക് അതിലുണ്ട്. ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുന്ന ദേവത പറഞ്ഞു തരുന്നതെന്നോ ഒക്കെ നമുക്ക് തോന്നാം. പക്ഷേ അതല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം പോസിറ്റീവായിരിക്കുമോ, എത്രത്തോളം സ്പിരിച്വലി നമ്മൾ മുന്നോട്ട് പോകുമോ, അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇല്യൂഷനിൽ ജീവിക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എങ്ങനെ ഓവർകം ചെയ്ത് പുറത്തിറങ്ങാം എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അത് ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ നോക്കുക. ഇതിനകത്ത് വേൾഡ് എന്ന് പറയുമ്പം ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. പൂർണ്ണമായും നിങ്ങൾക്ക് ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് ഈ ഒരു ജന്മത്തിലല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ തന്നെ നിങ്ങൾക്കത് പോകാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ മുന്നിലുള്ള ഈ തടസ്സം എന്ന് പറയുന്നത് ഒരു ഡബിളാണ്, നമ്മളുടെ ചിന്താഗതികളാണ്. പുറത്തുള്ള ചില കാര്യങ്ങൾ നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പൂർണ്ണമായും മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ നല്ല പ്രാർത്ഥനകളിലൂടെ ദൃഢമായ ഇതിൽ മുന്നോട്ട് പോകണം. നമ്മളൊരിക്കലും ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഫൈവ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. പല തടസ്സങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പോൾ അത് ചിലപ്പോൾ അത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും നമുക്ക് ഈ സ്പിരിച്വൽ പാത്തിൽ ഏറ്റവും കൂടുതൽ തടസ്സം ഉണ്ടാക്കുന്നത്. നമുക്ക് പൂർണ്ണമായും അവരെ ഒഴിവാക്കാനും പറ്റില്ല.
നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ സമയത്താണ് നമുക്ക് ഈ ഒരു പ്രാർത്ഥനകളുടെ ഏറ്റവും വലിയ ഒരു റിസൾട്ട് കിട്ടുന്നത്. ആ ഒരു സമയമാണ്. കാരണം നമ്മളുടെ തടസ്സങ്ങൾ മാറാം. ഈ ഒരു സ്പിരിച്വൽ പാത്തിൽ നമുക്ക് വരുന്ന തടസ്സങ്ങൾ മാറ്റിത്തരണം എന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വേൾഡിൽ പല കാര്യങ്ങളും വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് അടുപ്പിക്കാനും പ്രാർത്ഥിക്കേണ്ടതാണ് എന്നുള്ളതാണ്. വീണ്ടും ഡെവിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ അധികം ആൾക്കാർക്ക് കുറച്ച് തടസ്സങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് നോക്കട്ടെ തടസ്സങ്ങൾ. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ തടസ്സം. പിന്നെ ഇന്ന് 7/7 പോർട്ടലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു സമയം. ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങുന്നത് നല്ലതായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടുന്ന സ്പിരിച്വൽ പ്രാക്ടീസസ് തുടങ്ങേണ്ട ഒരു സമയമാണ് കേട്ടോ. ഇന്ന് വളരെ നല്ല സമയമാണ്. നിങ്ങളെ ആ ഒരു അവബോധത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഉണ്ടാകും ആ ഒരു അവബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഈ ഒരു കാര്യം ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. ഇപ്പോൾ പ്രാർത്ഥനകളും പിന്നെ നിങ്ങൾ മെഡിറ്റേഷൻ, പ്രാണായാമ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മുടക്കാതിരിക്കുക. മാക്സിമം സമയവും മാക്സിമം ദിവസങ്ങളിലും നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് ഹീലിങ്ങും കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ വേദനകളായിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ പ്രോഗ്രസ് പലർക്കും ഉണ്ടാകാത്തത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻ, നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു കാര്യം, അത് ചിലപ്പോൾ അതായിരിക്കണം നിങ്ങൾ ചിലപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചത്, ഈ സ്പിരിച്വൽ പാത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിത് ഹീൽ ചെയ്യേണ്ട. പാസ്റ്റിൽ നിങ്ങളെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഹീൽ ചെയ്യണം. ഫോർഗീവ്നെസ് പൂർണ്ണമായും കൊടുക്കുക. നിങ്ങളോട് തെറ്റ് ചെയ്ത വ്യക്തികളെ, വേദനിപ്പിച്ച വ്യക്തികളെ പൂർണ്ണമായി ഹീൽ ചെയ്ത് അവർക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളെ ഈ സ്പിരിച്വൽ പാത്തിൽ കൊണ്ടെത്തിച്ചത്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർ സഹായിച്ചതിന് അവരോട് നിങ്ങൾ നന്ദി പറയുക. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നമ്മൾ സ്പിരിച്വാലിറ്റി ഒരു പ്രണയം പോലെ ആക്കി തീർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയാണ് പ്രണയം. ആ ഒരു പ്രണയമായിട്ട് തീർക്കാൻ പറ്റും നമ്മൾ മെഡിറ്റേഷനും പ്രാർത്ഥനകളും എന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. പലർക്കും ഈ സമയത്ത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിന്നൊക്കെ മാറി നിങ്ങളൊരു ശാന്തമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു, ഒരു ഹെർമിറ്റിൻ്റെ ഒരു മൂഡിലേക്ക് പോകുന്നൊരു സമയമാണ്. അപ്പോൾ അതിൽ ഉറച്ച് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ മെസ്സേജ്. ഇപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിക്കും നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്ക് ഇപ്പം അത് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ടോപ്പിക്ക് ആദ്യമായിട്ടാണ്. പക്ഷേ നമുക്കത് കുറച്ചുകൂടി നല്ലതായിട്ട് പിന്നീട് ചെയ്യാൻ പറ്റും. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. കാരണം കുറേ മെസ്സേജസ് വന്നതുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങളിതിലൊന്ന് കമൻറ്റ് ചെയ്താൽ അതിൻ്റെ മറുപടിയായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. എൻ്റെ അറിവുകളും എനിക്ക് കാർഡുകളിലൂടെ വന്ന ഭഗവാൻ തരുന്ന ഒരു മെസ്സേജസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് തന്നാൽ മതി. അപ്പം എനിക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ വേറെ അറിയാവുന്ന ആൾക്കാരോട് കൂടി ചോദിച്ചിട്ട് അതിൻ്റെ മറുപടിയായിട്ട് ഞാൻ തരാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു. ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് എത്ര മാച്ച് ആകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാച്ച് ആകുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്പിരിച്വൽ ജേണി അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.